നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ FC ബാഴ്സലോണയുടെ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് ജോൻ ലാപ്പോർട്ട് എത്തിയിരുന്നു. താരങ്ങളെ കൺവിൻസ് ചെയ്യിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അതായത് ബെർണാബ്യൂവിൽ പോയി തോറ്റതൊരു വിഷയമല്ല, ഈ സീസണിൽ ട്രബിൾ നേടാനുള്ള ടീം നിങ്ങളുണ്ട് എന്ന് താരങ്ങളോട് അദ്ദേഹം പറഞ്ഞു എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം അവിടെ എത്തുമ്പോഴേക്കും ട്രെയിനിങ് കഴിഞ്ഞ കുറച്ച് താരങ്ങളൊക്കെ പോയിരുന്നു. പക്ഷേ യമാൽ അടക്കമുള്ളവരവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് സംസാരിക്കുകയും എല്ലാവിധ പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ട്രബിളിലേക്കൊക്കെ പോകണമെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഏതായാലും അടുത്ത മത്സരം വിജയിക്കലാണ് ഇപ്പോൾ പരമപ്രധാനം. നവംബർ 2 എൽച്ചയ്ക്കെതിരെയാണ് ബാഴ്സലോണയുടെ അടുത്ത കളി. നവംബർ 2 രാത്രി ഇന്ത്യൻ സമയം 11 മണിക്ക്. അപ്പോൾ ഈ കളിക്ക് ഇപ്പോൾ ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിൽ പരിക്ക് അവരെ വലക്കുന്നൊരു സീസണാണ്. ഈ കളിക്ക് ആരൊക്കെ ഉണ്ടാകുമെന്നൊരു ചോദ്യമുണ്ടല്ലോ. അപ്പം നമ്മൾ ബാഴ്സയുടെ താരങ്ങളുടെ ഇഞ്ചുറി അപ്ഡേറ്റ് ഒന്ന് പരിശോധിക്കുകയാണ്. റോബർട്ട് ലെവൻഡോസ്കി അദ്ദേഹം ട്രെയിനിങ്ങിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. അതൊരു ആശ്വാസദായകമായ വാർത്തയാണ്. ലെവൻഡോസ്കിയുടെ പ്രായം നിങ്ങൾ നോക്കണ്ട, ഗോളടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മികവ് എല്ലാവർക്കും അറിയാം. സോ അദ്ദേഹം തിരികെ എത്തുന്നു എന്നുള്ളത് ബാഴ്സയ്ക്ക് തീർച്ചയായിട്ടും റെഡ് വരേജാകും. പിന്നെ ക്രിസ്ത്യൻസിൻ്റെ കാര്യത്തിൽ ക്രിസ്ത്യൻസിനും ട്രെയിനിങ്ങിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. ജോൻ ഗാർഷ്യ സ്റ്റിൽ ആരാധകർക്ക് ഒരാശങ്ക അദ്ദേഹത്തിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു. അദ്ദേഹം തിരികെ എത്തണം. മികച്ച രൂപത്തിൽ തുടങ്ങിയതാണ്, പക്ഷേ പരിക്കേറ്റ് പുറത്തായി. അതിപ്പോൾ കഴിഞ്ഞ കളി ഷെസ്നിയൊക്കെ മികച്ച രൂപത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ജോൻ ഗാർഷ്യയുടെ മടങ്ങി വരവ് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരാഴ്ച കാലം കൂടി അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട്. ഡാനി ഓൾമോയുടെ കാര്യത്തിലും ഒരാഴ്ച കാലം ഇനിയും പുറത്തിരിക്കണമെന്നാണ് റിപ്പോർട്ട്. റാഫീഞ്ഞ എൽ ക്ലാസിക്കോക്ക് മടങ്ങിയെത്തുമെന്നൊക്കെ പ്രതീക്ഷയാണ്. ട്രെയിനിങ് പോലും തുടങ്ങിയിരുന്നത്. പക്ഷേ ആ റിക്കവറിയിൽ ഒരു സെറ്റ് ബാക്ക് സംഭവിച്ചിരിക്കുന്നു. ഇനി 1 മാസം പുറത്തിരിക്കണം എന്നാണ് റിപ്പോർട്ട്. മാർക്ക് ആന്ദ്രെ ടെർ സ്റ്റെഗൻ 2 മാസക്കാലം കൂടി പുറത്തിരിക്കണം. ഗവിയുടെ കാര്യം, ഗവി ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞുള്ള കിടപ്പിലാണല്ലോ. അദ്ദേഹം ഒരു 4 മാസക്കാലം കൂടി ഇനിയും പുറത്തിരിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഇതാണ് ബാഴ്സലോണയുടെ ഇഞ്ചുറി അപ്ഡേറ്റ്. പ്രധാനപ്പെട്ട കുറേ താരങ്ങൾക്ക് പരിക്ക് പറ്റി, അതൊരു യാഥാർത്ഥ്യമാണ്. അതവരെ വലച്ചു കളഞ്ഞു സാന്റിയാഗോ ബെർണാബ്യൂവിൽ എന്നുള്ളതും വ്യക്തമായിരുന്നു. എങ്കിലും ഇപ്പോൾ ലെവൻഡോസ്കി മടങ്ങിയെത്തുന്നു, ക്രിസ്ത്യൻസൻ മടങ്ങിയെത്തുന്നു, ബാക്കി താരങ്ങളും പതിയെ മടങ്ങിയെത്തും. ബാഴ്സ ഫുൾ സ്ട്രെങ്ത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.